ഹലോ ഓൾ, ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞിട്ട് പേ ചെയ്യാൻ നിൽക്കുമ്പോൾ ക്യാഷ് അല്ല നമ്മൾ കാർഡ് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുള്ളൊരു കേസാണ് കാർഡിൽ വൈഫൈ ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഇത് കേട്ട കാലഘട്ടങ്ങളിൽ ഞാൻ ചെറുതായിട്ടൊന്ന് അന്താളിച്ചിട്ടുണ്ട്. കാർഡിൽ വൈഫൈയോ? അപ്പോൾ അവരുദ്ദേശിച്ചത് നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യാതെ ടാപ്പ് ചെയ്ത് പേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ അവർ വിളിച്ചത് വൈഫൈ എന്നുള്ളതാണ്. ഓക്കെ, അത് പക്ഷേ ടെക്നിക്കലി ഇൻകറക്റ്റാണ്. കാരണം കാർഡിലുള്ള ടെക്നോളജി വൈഫൈ അല്ല, NFC എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. അത് ഒരു 13.56 MHz ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് NFC. അതായത് നമുക്ക് അധികം ദൂരം വേണ്ട, നമുക്ക് ആ ടാപ്പ് ചെയ്യുന്ന കാർഡിലുള്ള ചിപ്പും നമ്മളുടെ റിസീവർ ചിപ്പും തമ്മിലൊരു 3 to 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് റീഡ് ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ ദൂരം വന്നു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിനെ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത് തന്നെ വെച്ച് വേണം ടാപ്പ് ചെയ്യാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് നോട്ട് വൈഫൈ. വൈഫൈ എന്ന് പറയുന്നത് കുറച്ചും കൂടി ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ വൈഫൈ മോഡമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട് മുഴുവൻ കിട്ടും. അത് വർക്ക് ചെയ്യുന്നത് കുറേ കൂടി ഹയർ ഫ്രീക്വൻസിയിലാണ്. 2.5 GHz അല്ലെങ്കിൽ 5 GHz വൈഫൈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ, കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ, അതിപ്പം നമ്മൾ ചില ATMകളിലുണ്ട് NFC. നമ്മൾ ATMിൽ ചെന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ഇൻസേർട്ട് ചെയ്യാതെ എടുക്കാം. അതുപോലെ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ മെഷീനിൽ നമുക്ക് പോസ്റ്റ് മെഷീനിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും. ദീസ് ആർ NFC. ഓക്കെ, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. അതൊരിക്കലും വൈഫൈ അല്ല. ഇനി NFC എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ അടുത്ത് വന്ന് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നമ്മുടെ 2 ചിപ്പുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കാർഡിൻ്റെ ഉള്ളിലൊരു ചിപ്പും പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു റീഡറും ഉണ്ട്. ആ റീഡർ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ആ ചിപ്പിനെ റീഡ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ആ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ അതിൻ്റെ ഉള്ളിലുള്ള മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റം പ്രോസസ്സ് ചെയ്തതിന് ശേഷം അത് നെറ്റ്വർക്കിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. നെറ്റ്വർക്കിൽ നമ്മുടെ അവിടെ ഒരു സെർവറിൽ ചെന്നിട്ട് ഈ ഇൻഫർമേഷൻ കറക്റ്റാണോ എന്ന് നോക്കി മാച്ച് ചെയ്ത് അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് തിരിച്ച് ഈ സിസ്റ്റത്തിലേക്ക് വരും. അപ്പോഴാണ് ആ റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ആ ഡിവൈസ് ഒരു എംബഡഡ് സിസ്റ്റമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു മൈക്രോ കൺട്രോളറാണ് ഈ എല്ലാ ഫംഗ്ഷനിങ്ങും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഇപ്പോൾ ആരെങ്കിലും വൈഫൈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം വൈഫൈ ഇല്ല, NFC ഉണ്ടെന്ന്. ഓക്കെ, താങ്ക് യു.